ഒന്നാം തീയതി ഇന്ന് തുണി അലക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും മഴക്കാറ് കണ്ടു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് അലക്കില്ല എന്നുണ്ടെങ്കിൽ നാളെയും മഴയാണെങ്കിൽ പിന്നെ നാളത്തെ തുണി എല്ലാം കൂടി ഇരട്ടിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്താണെങ്കിലും അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും കപ്പക്കറിയാണ് കേട്ടോ. കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കേട്ടോ അരച്ചത്. പിന്നെ രാവിലത്തെ മുറ്റോടി കഴിഞ്ഞു, അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുക്കള ഒന്ന് അടിക്കണം, പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട്. നമ്മുടെ അടുക്കളയുടെ വാതിലുകളൊക്കെ ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ. അടുക്കളയുടെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ അടുക്കളയുടെ വാതിൽ തുടക്കണം, പിന്നെ പുറത്തത്തെ അടുക്കളയുടെ വാതിൽ തുടക്കണം, പിന്നെ പുറത്തുനിന്ന് അടുക്കളയുടെ പുറത്തേക്കുള്ള ഒരു വാതിലുണ്ട്, അതും തുറക്കണം. അങ്ങനെ 3 വാതിലും കട്ടിലേക്ക് ഒന്ന് തുടക്കാനുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അലക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ തുണി വിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. എല്ലാം മീതെ അങ്ങനെ വിരിച്ചിടുവാണ്. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളെല്ലാം വിരിച്ചിട്ട് അതിൻ്റെ മീതെ വലിയ തുണിയൊക്കെ വിരിച്ചിടുക. എൻ്റെയും മോളുടെയൊക്കെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല കേട്ടോ. കാറ്റ് വന്നാലൊന്നും പറന്ന് പോകില്ല. അങ്ങനെയെല്ലാം മീതെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വാർന്നു കഴിയുമ്പോൾ അകത്തോട്ട് എടുത്തിടാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാതിൽ തുറക്കാനായിട്ട് വന്നു കേട്ടോ. സാധാരണ ഞാൻ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വാതിലുകളെല്ലാം തുടക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഫ്രണ്ട് വാതിൽ തുടച്ചു കേട്ടോ. ഈ അടുക്കളയുടെ ഈ സൈഡിലുള്ള വാതിലൊന്നും തുടക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഹോളിൽ നിന്നും അടുക്കളയിലേക്കുള്ള വാതിലാണ് കേട്ടത്, അത് തുടച്ചു. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊരു വാതിലുണ്ട്, അതും തുറക്കണം. പിന്നെ ഏറ്റവും പുറത്തുള്ള വാതിൽ, അങ്ങനെ 3 വാതിൽ തുറക്കാനുണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് കേട്ടോ തുറക്കുന്നത്. അപ്പോൾ വാതിലൊക്കെ തുടച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഹോളൊക്കെ അടിക്കുന്നതും തുറക്കുന്നതും എപ്പോഴും കാണിക്കാറുണ്ടല്ലോ. ഞാൻ അടുക്കള തുറക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭാഗം അടിക്കുന്നതും തുറക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിലേക്ക് കഴിഞ്ഞു. ഈ വാതിൽ ഞാൻ വന്നിട്ട് തുറക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നല്ല അഴുക്കുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടില്ലേ. അപ്പോൾ ഉപ്പിട്ടാണ് ഞാൻ തുടക്കാറ്, അപ്പോൾ നല്ല ക്ലീൻ ആവും. അങ്ങനെ തറ തുടക്കുന്ന വെള്ളത്തിൽ ഞാൻ ഉപ്പാണ് കേട്ടോ ഇടാറ്. ഫ്ലോർ ക്ലീനറൊക്കെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ഉപ്പിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും കേട്ടോ. പിന്നെ നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പ് ഇതുവരെ ഞാൻ കത്തിച്ചിട്ടില്ല. കത്തിക്കണം, ഞാൻ വിറകിന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വിറകാരം വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടെ കത്തിക്കാൻ തുടങ്ങണം. പിന്നെ അതേ ഈ ഒരു റൂമിലെ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കണം. 2 എണ്ണം അവിടെ പണി മുടക്കി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തുണിയൊക്കെ ഇവിടെ കേട്ടോ വിരിച്ചിടുന്നത്. പിന്നെ ഈ പുറത്തത്തെ കോലായി, അടുക്കളയിലെ കോലായി, നമ്മുടെ ഇവിടെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ ഡയപ്പർ പൊട്ടിച്ചത് അവിടെ ഉണ്ടായിരുന്നു, അതിങ്ങനെ ഉണങ്ങാനായിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. അതുണ്ട്, അതൊക്കെ ഒതുക്കി വെച്ചിട്ട് തുടച്ചിടുവാണേ. അങ്ങനെ അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പീലിമോളും കുഞ്ഞാവയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പല്ലേപ്പിക്കലും ബാക്കി പരിപാടിയും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അവർക്ക് അപ്പവും കിഴങ്ങറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൊടുത്തു കേട്ടോ. പിന്നെ അവർ റെഡിയാക്കി, ഞാനും പോയി കുളിച്ച് വന്നു. അപ്പോഴേക്കും മോളൊക്കെ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭഗവാന് വിളക്ക് കൊളുത്തി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നാഗക്കാവി കയറി ആദ്യം തൊഴുതു. മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അഖിൽ അവിടെ വണ്ടി ഇറക്കുവാണ്. അപ്പോൾ മോളും അഖിലും കൂടി വണ്ടിക്ക് പോകും. പിന്നെ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകും കേട്ടോ. ഞാനും മോനും കൂടി ഓട്ടോയ്ക്ക് പോകും. ഞങ്ങൾ പോകുന്ന വഴി നമ്മുടെ അയ്യമ്പള്ളി ശിവക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു നേരെ അമ്പലത്തിൽ കയറി തൊഴുതു. ആ ഓട്ടോയ്ക്ക് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എഴുത്തിനിരുത്തുന്നത് പറവൂരുള്ള മൂകാംബിക ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തും. വിദ്യാരംഭത്തിനൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളും അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അഖിൽ ചീട്ടൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ അമ്പലക്കുളത്തിൽ കുറേ മീനുണ്ട് കേട്ടോ. വലിയ വലിയ മീനുകൾ ഇവിടെ മീനൂട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു വന്നിട്ട് അപ്പോഴേക്കും തിരുമേനി എഴുത്തിനിരുത്താനുള്ള സമയമെന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അങ്ങനെ പീലിമോൾ ഇരുത്തിയപ്പോൾ കുഞ്ഞാവയും വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ നാക്കിൽ എഴുതി കൊടുക്കാൻ പോയപ്പോഴേക്കും
പീലിമോൾ കരച്ചിലായിരുന്നു. പിന്നെ അരിയിൽ ഹരിശ്രീ എഴുതിപ്പിച്ചു. അങ്ങനെ പീലിമോളുടെ എഴുത്തിനിരുത്ത് ഇന്ന് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ അവൽ പറയുണ്ടായിരുന്നു. പീലിമോളും കുഞ്ഞാവയും അഖിലും എല്ലാം കൂടി പറ നിറച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നു കേട്ടോ, നട അടക്കുന്നവരെ നിന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിങ്ങമാസം എത്തി. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുവാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.